പ്രഗ്നൻസി കഴിഞ്ഞ അമ്മമാർക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കാൻ പറ്റുക? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഭക്ഷണക്രമത്തെ പറ്റിയിട്ടാണ് ഒരുവിധപ്പെട്ട ടാബൂസ്, ഒരുപാട് മിസ്റ്റേക്സ് മുഴുവനായിട്ട് ഉൾപ്പെട്ടിരിക്കുന്നത്. ആക്ച്വലി ഇന്നത്തെ കാലത്ത് ഒരു പോസിറ്റീവ് ന്യൂട്രീഷനാണ് എന്തുകൊണ്ടും പോസ്റ്റ്മോർട്ടം പീരീഡിൽ സൂതികൾക്ക് നല്ലത്. ഈ സൂതിക എന്ന ടേം പ്ലസന്റെ പുറത്ത് പോയതിനു ശേഷമാണ് നമ്മൾ ശാസ്ത്രഭാഗത്തിൽ സൂതിക എന്നുള്ള ഒരു വാക്ക് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ സൂതികയിലോട്ട് വരുമ്പോൾ നമ്മൾ ഫുഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ന്യൂട്രീഷനാണ് നല്ലത്. ഇവർക്ക് അതിഭീകരമായിട്ടുള്ള ക്രേവിങ്സ് ഉണ്ടാവുന്ന ഒരു പീരീഡാണ്. ആ സമയത്ത് അനാവശ്യമായിട്ട് നമ്മളൊരു ഡയറ്റ് റെസ്ട്രിക്ഷൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും അമ്മമാർക്ക് അത് വിഷമമാണ്, ബുദ്ധിമുട്ടാണ്. അവരുടെ ഉള്ള മൂഡ് സ്വിങ്സ് ഒന്നും കൂടെ കയറി കൂടുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ നമ്മൾ ആന്റിനേറ്റൽ ഡയറ്റ് ചാർട്ടിങ്ങിലോട്ട് വരുമ്പോൾ നമുക്ക് മാസാനുമാസികമായിട്ടുള്ള ക്ഷീരകഷായം പോലുള്ള പ്രയോഗങ്ങൾ യഥാർത്ഥത്തിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡികൾക്ക് കൊടുക്കാം. പക്ഷെ പലപ്പോഴും ഇവർ ഗൈനക്കോളജിസ്റ്റിന്റെയും പീഡിയാട്രിഷ്യന്റെ ഒക്കെ ഒരു ഇതിൽ നിൽക്കുമ്പോൾ, ഗൈനക്കോളജിസ്റ്റിന്റെ ഒരു വിസറയിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. പലപ്പോഴും ഇങ്ങനെ നമ്മുടേതായിട്ടുള്ള ആയുർവേദ ഇന്റർവെൻഷൻ നടക്കാറില്ല. അതുകൊണ്ട് നമ്മൾ പോസ്റ്റ്മോർട്ടം ഡയറ്റിലോട്ട് തന്നെ വരാം. പോസ്റ്റ്മോർട്ടം ഡയറ്റിനകത്തോട്ട് വരുമ്പോൾ ഈ പോസിറ്റീവ് ന്യൂട്രീഷനെ മുൻനിർത്തി ചെയ്യുമ്പോൾ ആദ്യത്തെ 12 ദിവസം മാംസരസം മാറ്റുക എന്നുള്ളതാണ് ശാസ്ത്രമാറ്റി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 12 ദിവസം നമ്മൾ മാംസരസം ഇല്ല, യാതൊരു തരത്തിലുള്ള മാംസാഹാരങ്ങളും ഇല്ല. പക്ഷേ പലപ്പോഴും കൊടുക്കാറുണ്ട്. അത് പേഷ്യന്റിന്റെ ഒരു ചോദ്യവും പേഷ്യന്റിന്റെ അഗ്നിബലവും അനുസരിച്ചിരിക്കും. ഈ അഗ്നി വിഷയയുടെ അഗ്നി എന്ന് പറയുന്നത് നമുക്ക് ഡൈജസ്റ്റീവ് ഫയറുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ സംസാരിക്കാം. യഥാർത്ഥത്തിൽ അഗ്നി എന്ന് പറയുന്നത് ഒരു ദിവസം ഇരുന്ന് സംസാരിച്ചാൽ പോലും തീരാത്ത വലിയ കൺസെപ്റ്റാണ്. അപ്പൊ അഗ്നിയെ നമുക്ക് അങ്ങനെ സിമ്പിളായിട്ട് ഡൈജസ്റ്റീവ് ഫയറുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കാം. അപ്പൊ അഗ്നിയിലോട്ട് വരുമ്പോൾ നമ്മുടെ ദഹനശക്തി വളരെ ഒരു കോംപ്രമൈസ് ആയിട്ടിരിക്കുന്ന സമയത്ത് 12 ദിവസം മാംസരസം വേണ്ട എന്നുള്ള ഒരു പ്രോട്ടോകോളിലാണ് നമ്മൾ പ്രധാനമായിട്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാംസരസം കൊടുക്കുമ്പോഴും നന്നായിട്ട് വേവിച്ചിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ, ഇപ്പൊ മട്ടൺ ആണെങ്കിൽ പോലും ചിക്കൻ ആണെങ്കിൽ പോലും നന്നായി വേവിച്ച ശേഷം മാത്രം ഡേ ടൈമിലാണ് പൊതുവെ നമ്മൾ കൊടുത്ത് തുടങ്ങാറുള്ളത്. ഒരു 13-14 ദിവസം ആകുമ്പോഴേക്കും കൊടുത്തു തുടങ്ങാറുണ്ട്. പിന്നെ ഈ ഗാലക്ടോഗോക്സ് നമ്മുടെ ആഹാരത്തിൽ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് അടുത്ത ഒരു ചോദ്യം, മുലപ്പാൽ ഉണ്ടായി വരിക എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പലതരത്തിലുള്ള ഓപ്ഷൻസ്, ഒന്ന് ലശുന ക്ഷീരം, അതായത് ഒരു അല്പം വെളുത്തുള്ളി എടുത്ത്, അധികം തീക്ഷ്ണമായിട്ട് ഗ്യാസ്ട്രൈറ്റിസ് ഒന്നും ഇല്ലാത്ത പേഷ്യൻസിലാണ് കൂടുതൽ ഉപയോഗം വരുന്നത്. അപ്പൊ നമ്മൾ ഒരല്പം വെളുത്തുള്ളി എടുത്ത് 1-2 വെളുത്തുള്ളിയുടെ അല്ലി എടുത്ത് പാലിലിട്ട് നന്നായി തിളപ്പിച്ച്, പിന്നെ ആ അല്ലി നമ്മൾ പൊതുവെ ഒഴിവാക്കാറുണ്ട്, പക്ഷെ അത് അകത്തോട്ട് പോയാലും കുഴപ്പമില്ല, അത് കൊടുക്കാറുണ്ട്. ഒരു ലശുന ക്ഷീരം ദിവസം ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ഒരു ഗ്ലാസ് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് റാഗിയാണ്. റാഗി നന്നായിട്ട് നമ്മൾ ഡയറ്റിൽ റാഗി പുട്ട്, റാഗി വെച്ചിട്ടുണ്ടാകുന്ന മരുന്നുണ്ടകള്, അങ്ങനെ റാഗി ദോശ, അതൊക്കെ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ബാക്കിയുള്ള ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 5 ടൈം മീലാണ് നമ്മൾ പ്രധാനമായിട്ട് ഫോളോ ചെയ്യുന്നത്. രാവിലെ മോർണിംഗ് ചെറുതായിട്ട് ഒരു ചെറിയ സ്നാക്സ് പോലെ എന്തെങ്കിലും ഒരു പാലോ മുട്ടയുടെ വെള്ളയോ ഒക്കെ കൊടുക്കും. പിന്നെ ആൽമണ്ട്സ്, നമ്മുടെ ബദാം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് കൊടുക്കുന്ന ഒരു ശീലമുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് വരുമ്പോൾ ഈ റാഗിയുടെ പുട്ട്, നമ്മുടെ ആവിയിൽ വേവിച്ച പലഹാരങ്ങൾ, മുട്ട, അങ്ങനെയുള്ള പയർ. ആക്ച്വലി പ്രോട്ടീൻ കുറച്ച് കൂടുതലായിട്ട് കൊടുക്കുന്ന ഒരു സമയമാണ് മോർണിംഗ് ടൈം എന്ന് പറയുന്നത്, പ്രൊവൈഡഡ് പേഷ്യന്റിന്റെ ഡൈജസ്റ്റീവ് ഫയർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ. പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഉള്ള കേസുകളിൽ നമ്മൾ പ്രോട്ടീൻ കുറച്ച് പിടിക്കും. പിന്നെ വരുന്ന ഒരു 11 മണിയൊക്കെ ആകുമ്പോഴുള്ള ഇന്റർവെൻഷൻ ആണ്. ആ സമയത്ത് നമ്മൾ ഫ്രൂട്ട്സ് ആണ് പ്രധാനമായിട്ടും കൊടുക്കുന്നത്. മിക്സഡ് ഫ്രൂട്ട്സ് കൊടുക്കാറുണ്ട്. അപ്പൊ ആക്ച്വലി എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് പപ്പായയും പൈനാപ്പിളിന്റെ കാര്യം. അതൊരു 20-25 ഡേയ്സ് ഒക്കെ ആകുമ്പോൾ കൊടുക്കാം. ആക്ച്വലി സ്പീക്കിംഗ് പപ്പായയും പൈനാപ്പിളും നമുക്ക് ബ്രൊമാലിൻ പോലുള്ള സബ്സ്റ്റൻസ് കാരണം ഈ അബോർഷന് കാരണമാവുന്നു എന്നുള്ള ശാസ്ത്രീയമായ കാരണം ഉണ്ടെങ്കിലും അത് കൊടുത്തിട്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഈവൻ പ്രഗ്നൻസിയിൽ ഇത് അറിഞ്ഞുകൂടാതെ കഴിക്കുന്ന പേഷ്യൻസ് പോലും ഞങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട്. അപ്പം ഒരു ആഹാരം നമ്മളൊരു സർട്ടൺ പീരീഡ് ഓഫ് ടൈമിലോട്ട് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് അത് എടുത്തു കൊടുക്കുമ്പോൾ അവർക്ക് ശരീരത്തിൽ ചിലപ്പോൾ അത് പിടിച്ചെന്നിരിക്കത്തില്ല. അതുകൊണ്ട് കുറേശ്ശെ ആയിരിക്കും പപ്പായും പൈനാപ്പിളും ഒക്കെ കൊടുത്തു തുടങ്ങാറുണ്ട്. ഈ ഒരു 11 മണി സമയത്ത് പേരയ്ക്ക നന്നായിട്ട് കൊടുക്കാറുണ്ട്. പേരയ്ക്ക നമുക്ക് അവിടെ ലോക്കലി അവൈലബിൾ ആണ്. ഇപ്പൊ മാമ്പഴം അവൈലബിൾ ആണ്, നന്നായി കൊടുക്കാറുണ്ട്. ആപ്പിള്, ഓറഞ്ച്, അതൊക്കെ അവൈലബിലിറ്റി അനുസരിച്ച് 11 മണിക്ക് കൊടുക്കാറുണ്ട്. ഉച്ചയ്ക്ക് ചോറ് തന്നെയാണ്. ചോറിനൊപ്പം മീൻകറി കൊടുത്തു തുടങ്ങാറുണ്ട്. ഈ 12 ദിവസം കഴിയുമ്പോൾ മീൻകറി കൊടുക്കാറുണ്ട്. മീൻകറി കൊടുക്കുമ്പോഴും കടൽ മത്സ്യങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കാറാണ് ഇന്നത്തെ കാലത്ത് പതിവ്. കാരണം ഇടയ്ക്ക് 2025 നമുക്ക് റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു, കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും കിട്ടുന്ന കടൽ മത്സ്യങ്ങളിൽ മെർക്കുറി ലാഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത്. അപ്പൊ അതിനുശേഷം നമ്മൾ പൊതുവെ പ്രഗ്നൻസിയുടെ ടൈമിലും ഈ പറയുന്ന സീ ഫുഡ് മാക്സിമം അവോയ്ഡ് ചെയ്യാനാണ് പറയാറുള്ളത്. പിന്നെ ഈ പറയുന്ന തോടുള്ള കാര്യങ്ങൾ, കൊഞ്ച്, ഞണ്ട്, കണവ, ചിപ്പി, ഇതൊക്കെ അധികമായിട്ട് ഉഷ്ണം സ്വഭാവമുള്ള കാര്യങ്ങളാണ്. കൊടുക്കുന്നതിനനുസരിച്ച് കുഞ്ഞുങ്ങൾക്കും റെസ്റ്റ്ലെസ് ആവുന്നതായിട്ട് നമ്മുടെ പ്രാക്ടിക്കലായിട്ടുള്ള
ഫീൽഡ് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ കാണുന്നുണ്ട്. കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ട് റെസ്റ്റ്ലെസ് ആവുന്നു, ഡയപ്പർ റാഷസ് ഉണ്ടാവുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ പൊതുവേ നമ്മുടെ ഒരു സിസ്റ്റത്തിൽ കട്ട് ചെയ്യാറാണ് പതിവ്. പക്ഷെ പലപ്പോഴും ഇത് ഡോക്ടേഴ്സിന് സേഫ് ആയിട്ട് കൊടുക്കാവുന്നത്, പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ സോഴ്സിൽ നിങ്ങൾക്ക് അത്ര വിശ്വാസം ഉണ്ടെങ്കിൽ. ഞങ്ങൾക്ക് കിട്ടുന്ന സോഴ്സിൽ ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ വിശ്വാസം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് സീ ഫുഡ് ഞങ്ങൾ റെസ്ട്രിക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ കൊടുക്കാൻ പറ്റുന്ന മത്സ്യങ്ങൾ ലിമിറ്റ് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. 3 മണിയാകുമ്പോഴേക്കും പാല് കൊടുക്കാറുണ്ട്, ലക്ഷണ ക്ഷീരം കൊടുക്കാറുണ്ട്. പിന്നെ മരുന്നുണ്ടാകൾ 4 മണി 3 മണി ടൈമിൽ അവരുടെ അവൈലബിലിറ്റി അനുസരിച്ച് മരുന്നുണ്ടാകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എള്ള് ചേർന്ന മരുന്നുണ്ടാകളുണ്ട്, റാഗി ചേർന്നിട്ടുള്ള മരുന്നുകളുണ്ട്, പിന്നെ കാഷ്യൂ നട്ട്സ്, ബദാം, അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. ലാസ്റ്റ് ഒരു 7 to 7:30 PM വരുന്ന രീതിയിൽ ഡിന്നർ കൊടുത്ത് തീർത്താറുണ്ട്. ഡിന്നറും പ്രധാനമായിട്ട് ആവിയിൽ വേവിച്ച പലഹാരങ്ങൾ, പിന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും പറയുന്ന നമ്മുടെ വടക്കേ ഇന്ത്യ എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ, മില്ലറ്റ് കറിയാ, ഇതിലല്ലോ ഈ പെട്ടെന്ന് കിട്ടുന്നില്ല. ഓക്കെ, ലെറ്റ്സ് സീ, കടലക്കറി, ഗ്രീൻ പീസ് കറി, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ 11 മണി 10 മണിയൊക്കെ ആകുമ്പോൾ ചില പേഷ്യൻസ് വിശപ്പ് പറയും. അത് നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയാം, അവരുടെ പഴയ ശീലത്തിൽ നിന്ന് വരുന്നതാണ്. ആക്ച്വലി ഞാൻ അത് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഡോക്ടർ ആണെങ്കിലും നിർബന്ധം പറയുകയാണെങ്കിൽ ഒരു ഗ്ലാസ് പാല്, മുട്ടയുടെ വെള്ളം, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. ഫ്രൂട്ട്സ് ഒക്കെ രാത്രി ഇത്ര പ്രശ്നമില്ലെങ്കിൽ കൊടുക്കാം എന്നുള്ളതേ ഉള്ളൂ. ഞാനത് വേണ്ട എന്നാണ് പറയുന്നത്. കാരണം രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ട് ആഹാരം കഴിക്കുമ്പോൾ അഗ്നി കറക്റ്റായി വരത്തില്ല. ഒരു വലിയ വിഷയമാണ്. പിന്നെ നമ്മൾ ഇതിപ്പോ ഹോസ്പിറ്റലിൽ വന്ന് ട്രീറ്റ് ചെയ്യുന്ന പേഷ്യന്റ് അല്ലേ, ഇപ്പൊ അവർ കഴിച്ചിട്ട് പോകുമ്പോൾ എന്തെങ്കിലും സെപ്പറേറ്റ് ഡയറ്റ് പ്ലാൻ എന്തെങ്കിലും ഡോക്ടർ പറയാറുണ്ടോ? ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അത് അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് കുറച്ച് കാലം കൂടെ ഷുഗറൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റാഗി അങ്ങനെയുള്ള കാര്യങ്ങൾ, ബ്ലഡ് ഷുഗറൊക്കെ ഒന്ന് കുറച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തിനയരി, അതൊക്കെ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ പറയാറുണ്ട്. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബീസ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ കലോറി ഡെഫിസിറ്റിലോട്ട് പോവുകയും വേണം. എന്നാൽ ഗാലക്ടോഗോക്സ്, പാലുണ്ടാവാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മാക്സിമം ഡയറ്റിൽ ഉൾപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഡയറ്റിലോട്ടാണ് നമ്മൾ ഡയറ്റ് ചാർട്ടായിട്ട് ചെയ്തു കൊടുക്കാറുണ്ട്. 7 മണിക്ക് ശേഷമാണ് നമ്മൾ പ്രധാനമായിട്ടും ഒരു കൈൻഡ് ഓഫ് ഒരു ഫാസ്റ്റിംഗ് പോലെ ഇത്തരം പേഷ്യൻസിന് ചെയ്യും. രാത്രി 7 മണിക്ക് ശേഷം നമ്മുടെ ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിന്റെ സിസ്റ്റം എന്ന് തന്നെ പറയാം. രാത്രി 7 മണിക്ക് ശേഷം മാക്സിമം ഖരരൂപത്തിലുള്ള സോളിഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കൺട്രോൾ ചെയ്ത്, ബാക്കി അത്യാവശ്യം വിശപ്പ് വരികയാണെങ്കിൽ പറയുന്ന ഓട്സ് ഒക്കെ ഹൈ കലോറി ഫുഡ് ആണെങ്കിലും ഒരു ലിമിറ്റ് ചെയ്ത് കൊടുത്ത്, പകൽ സമയത്ത് അത്യാവശ്യം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുത്ത് കലോറി ഡെഫിസിറ്റിലോട്ട് പോകുന്ന രീതിയിലാണ് നമ്മൾ ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ അവിടെയും കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുന്ന ഒരു കാര്യം മുന്നിൽ കാണും. കാൽഷ്യവും പ്രോട്ടീനും ഒന്നും അവർക്ക് ഡെഫിസിറ്റ് വരുന്നില്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ എപ്പോഴും മുൻധാരണയായിട്ട് വെച്ചിരിക്കും. പിന്നെ നമ്മൾ എത്ര ടൈം ഡ്യൂറേഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത് ഈ നമ്മുടെ ഈ ട്രീറ്റ്മെന്റ്? നമ്മുടെ അതിലാണ് ഏറ്റവും കൂടുതൽ പൊട്ടത്തരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും പല പേഷ്യൻസും ഇതിനകത്ത് ഉണ്ടാവുന്ന ഒരു വിഷമമെന്ന് തന്നെ പറയാം. നമ്മളെ വിളിച്ച് ചോദിക്കുന്നത് എത്ര കിഴിയുണ്ട്, പാക്കേജിൽ എത്ര കിഴിയുണ്ട്, പാക്കേജിൽ എത്ര മസാജ് ചെയ്യും, അതൊക്കെയാണ് ചോദിക്കുന്നത്. ആക്ച്വലി ഒരു മുഹൂർത്തത്തിൽ കൂടുതലൊന്നും മസാജ്, 45 മിനിറ്റ്സ് കൂടുതലൊന്നും മസാജ് ചെയ്യുന്ന പലപ്പോഴും ഇവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റേ അല്ല. കിഴി ചെയ്യുകയാണെങ്കിലും ഈ കിഴി എന്തിനാണ് ചെയ്യുന്നത്? ഇലക്കിഴിക്ക് ഒരു സ്വഭാവമുണ്ട്, കുറച്ചും കൂടെ തീക്ഷ്ണമായിട്ടുള്ള ഒരു കാര്യമാണ് നാരങ്ങ കിഴി എന്ന് പറയുന്നത്. നാരങ്ങ കിഴിയൊക്കെ 7-8 ദിവസമൊക്കെ ചെയ്ത് അവസാനം ശരീരം എടുക്കാൻ വയ്യാതെ വരുന്ന പേഷ്യൻസ് ഒത്തിരി കേസുകളുണ്ട്. എന്റെ പരിചയത്തിൽ തന്നെ പ്രസവരക്ഷ ചെയ്ത് ഈ പറയുന്ന നമ്മുടെ CS കഴിഞ്ഞിട്ടുള്ള സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള കേസുകളിൽ CS സ്കാറിൽ ഒരുപാട് ബ്ലിസ്റ്ററുകൾ, അതായത് പൊള്ളലുകളായിട്ട് വന്ന കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് ചെയ്ത് കുളമാക്കുന്നതാണ്. ഒരു 1.5 മണിക്കൂർ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് മോർ ദാൻ എനഫ് ആണ്. ഈ നമ്മള് പ്രൊവൈഡർ നമ്മൾ വേദകുളി ഉണ്ട്, നമുക്ക് ഏതെങ്കിലും ഒരു പ്രോട്ടോകോൾ അഭ്യംഗം കാണും, പിന്നെ പറയുന്ന പോലെ ചെറിയൊരു കിഴിയാണ്. അവരതേപ്പ് ഉള്ള ദിവസങ്ങളിൽ അവരതേപ്പായിരിക്കും. പിന്നെ ഈ ഫേസ് പാക്ക്, ബോഡി പാക്ക് കാര്യങ്ങളാണ്. ഫേസ് പാക്കിന്റെ ഒരു പ്രധാന ഉദ്ദേശം ഈ പ്രഗ്നൻസി മാസ്കുകൾ, മെലാസ്മയുടെ ചെറിയ തുടക്കമൊക്കെ ആ സമയത്ത് വരാറുണ്ട്. അപ്പൊ അതിനെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. പോസ്റ്റ്മോർട്ടം പീരീഡിലോട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ശരീരത്തിലുണ്ടാകുന്ന സ്ട്രെച്ച് മാർക്കുകൾ മാറ്റുക എന്നുള്ളത് തന്നെയാണ് ബോഡി പാക്സിന്റെ ഒരു യൂസ് എന്ന് പറയുന്നത്.